എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ മുരിങ്ങാക്കോൽ വെച്ചൊരു കറിയാണ്. അതെങ്ങനെയെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒരു 10 എണ്ണം ഉണ്ട്. മുളക് പൊടി ചേർക്കുന്നില്ല. 2 തക്കാളി, മുരിങ്ങാക്കോൽ ചെമ്മീൻ ഒരുവിധം വെന്തതിന് ശേഷം ഇടാൻ പാടുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ചെമ്മീൻ ഒരുവിധം വെന്തതിന് ശേഷം മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. തുറന്ന് നോക്കാം. ചെമ്മീനും പച്ചമുളകൊക്കെ തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഇത് എല്ലാം കൂടി കിടന്നിട്ട് ഒന്നും കൂടി വെന്ത് വരട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മുരിങ്ങാക്കായും ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് വെച്ച് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ 4 ചുള ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി അരച്ചതാണ്. ആ തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറി നീട്ടിയെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മുളകും പൊടിയൊന്നും കൂട്ടിയിട്ടില്ല, പുളി ചേർത്തിട്ടില്ല, തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. തക്കാളിയും മുരിങ്ങാക്കോലും ചെമ്മീനും വെച്ചിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ താളിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കും. അരപ്പ് കൂട്ടിയിട്ട് തിളക്കാൻ പാടില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ ഇറക്കി വെക്കാം. ചെമ്മീൻ കറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെച്ചിട്ട് താളിപ്പ് ശരിയാക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്, അത് കൂടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ മുരിങ്ങാക്കോൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.